ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം അധ്യായം 10, 15 തിരുവചനം. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സഭാപ്രസംഗിയുടെ പുസ്തകം 10 അധ്യായം 15 തിരുവചനത്തിൽ ഒരു ആത്മീയ സത്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഞാനും നിങ്ങളും ഒരു യാത്രയിലാണ്, നിത്യതയിലേക്കുള്ള യാത്ര. അതിനെ നാം വായിച്ചു കേട്ട വചനത്തിൽ പട്ടണത്തിലേക്കുള്ള വഴി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭൂമി നമുക്ക് ശാശ്വതമല്ല എന്ന് വചനം ആവർത്തിച്ചു പറയുന്നു. ഇവിടെ നാം അന്യരും പരദേശികളുമാണ്. നാം യാത്രികരാണ്. യാത്രികർ എല്ലായ്പ്പോഴും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അവർക്ക് ആവശ്യം വേണ്ടത് അവർ സഞ്ചരിക്കുന്ന വഴി ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്നത് എന്നുള്ള ആ ഉറപ്പാണ് അവർക്ക് ആവശ്യമായിരിക്കുന്നത്. വീണ്ടും പറയട്ടെ, യാത്രക്കാർക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് അവർ സഞ്ചരിക്കുന്ന വഴി തെറ്റിപ്പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നാം നിത്യതയിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള യാത്രികരാണ്. ഇവിടെ നാം വഴി അറിയാതെ പോകരുത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ വഴിതെറ്റിപ്പോകരുത്. വഴിതെറ്റിയാൽ നാം മൂഢന്മാരായി തീരുമെന്നും ഈ വചനത്തിൽ പറയുന്നു. വഴി അറിയുക എന്നുള്ളത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നാം സഞ്ചരിക്കുന്ന വഴി ദൈവ വഴിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ മനുഷ്യൻ്റെയും, പ്രത്യേകിച്ച് ഓരോ ഭക്തൻ്റെയും അഥവാ വിശ്വാസിയുടെയും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നാം സഞ്ചരിക്കുന്ന വഴി തെറ്റായ വഴിയെങ്കിൽ അത് സ്വർഗത്തിന് പകരം നരകത്തിലേക്കായിരിക്കും ചെന്നെത്തുക. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്ന വഴി ശരിയായ വഴിയെന്ന് ഉറപ്പുവരുത്തേണ്ടത്. ശരിയായ വഴിയെക്കുറിച്ച് സർവശക്തനായ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് ഇപ്രകാരം വെളിപ്പെടുത്തുകയുണ്ടായി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 6 തിരുവചനം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഈ തിരുവചനത്തിൽ ശരിയായ വഴി, യഥാർത്ഥ വഴി, സത്യവഴിയെക്കുറിച്ച് ദൈവം സംസാരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ വഴിയിലാണ്, സത്യവഴിയിലാണ്, നിത്യവഴിയിലാണ്. നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടില്ല. രണ്ടാമതായി നാം വായിച്ചു കേട്ട വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്ഷീണിച്ചു പോകുന്നു എന്നുള്ള ഒരു പദമാണ്. മൂഢന്മാരായി നാം ക്ഷീണിച്ചു പോകാതിരിപ്പാൻ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെ കാത്തിരിക്കുന്നവർ തളർന്നു പോകുകയില്ല, ക്ഷീണിച്ചു പോകുകയില്ല. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുമെന്നാണ്. ഈ യാത്രയിൽ നാം മൂഢന്മാരായി ക്ഷീണിച്ചു പോകാതിരിപ്പാൻ ദൈവത്തെ കാത്തിരിക്കുന്ന അനുഭവം, ഇത് പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവവചനത്തിൻ്റെ മുന്നിൽ ഒക്കെ കഴിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ നാം
പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവവചനത്തിൻ്റെ മുന്നിലും ധ്യാനത്തിനായൊക്കെ അല്പസമയം ഓരോ ദിവസവും കാത്തിരിക്കുമ്പോൾ നാം ശക്തിയെ പുതുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നാം ക്ഷീണിച്ചു പോവുകയില്ല. വേദപുസ്തകത്തിൽ 14-ാം സങ്കീർത്തനത്തിൽ മൂഢന്മാരായി പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഭാഗം ദൈവത്തെ അന്വേഷിക്കാത്തവരാണ്. അതെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ അവിടെ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആ വചനത്തിൻ്റെ വിപരീത പദം ദൈവത്തെ അന്വേഷിക്കാത്തവർ മൂഢന്മാർ എന്നാണ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നുവെന്നും വചനം പറയുന്നു. അതെ, ശരിയായ വഴി തിരഞ്ഞെടുക്കാം. ആമേൻ.